മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നൽകാനായിട്ട് ഇൻഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വ്യൂവേഴ്സ്. സർ, നിഫ്റ്റി വളരെ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ലെവലിൽ തന്നെ 22,000 മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു ലെവലിൽ നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഔട്ട്ലുക്ക് എന്താണ്? Nifty 50യുടെ outlook is continuing to be very, very bullish. But Nifty 50 ഒരു കൺസോൾട്ടേഷൻ നടത്തിക്കൊണ്ടുവരുന്നു. ആൻഡ് ഒരു ബ്രോഡ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 21,700 മുതൽ 25,500 വരെയുള്ള റേഞ്ചിലാണ് പെട്ടുപോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിന്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് 19 പോയിന്റിന്റെ ഒരു ഇടിവ് അല്ലെങ്കിൽ ഫ്ലാറ്റ് നോട്ടിലാണ് നിഫ്റ്റി ബാങ്ക് മുന്നോട്ട് പോകുന്നത്. 46,770 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 46,400 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. സോ ഫൈനാൻഷ്യലി സ്ട്രോങ് ബാങ്ക്സിലൊക്കെ നമുക്ക് ഇതൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ബട്ട് നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ 47,300 പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ നിഫ്റ്റി ബാങ്ക് എത്തിച്ചേരണം. ഓക്കെ പ്രദീപ് സർ, അതിന്റെ ഒപ്പം തന്നെ നമുക്കറിയാം ഇലക്ഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില കുറയ്ക്കുന്ന ഒരു ട്രെൻഡ് നമ്മൾ ഇതുവരെയുള്ള ഇലക്ഷൻ സീസണിലെല്ലാം തന്നെ കണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു OMC കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിപണിയിൽ ഒരു ഇടിവ് നേരിടുന്നുണ്ട്. പക്ഷേ ഇത് എക്സ്പെക്റ്റഡ് ചെയ്ത ഒന്ന് തന്നെയാണ്. OMC കമ്പനികളിൽ താങ്കളുടെ വ്യൂ എന്താണ്? ഏതെങ്കിലും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സെഗ്മെന്റിലെ ഓഹരികളിൽ താങ്കൾ കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇടിവ് ഒരു ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുന്നത് കൊണ്ടായിരിക്കും. എനിക്ക് ആ അഭിപ്രായത്തിനോടൊപ്പം യോജിപ്പില്ല. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന്റെ ഷെയർ പ്രൈസ് ഇന്ന് ഇടിയാനുള്ള പ്രധാന കാരണം ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നു. ക്രൂഡ് ഓയിലിന്റെ കേസ് നമ്മൾ എടുക്കുമ്പോഴേക്കും ഇന്നലെ $81 മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നാച്ചുറലി ക്രൂഡ് ഓയിലിന്റെ വില കേൾക്കുമ്പോഴേക്കും ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, IOC മുതലായ കമ്പനികൾക്ക് അതൊരു നെഗറ്റീവ് ഡെവലപ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഭാരത് പെട്രോളിയത്തിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ 580 രൂപയുടെ സപ്പോർട്ട് ലെവലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 478 രൂപയായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. വൺസ് ദാറ്റ് സപ്പോർട്ട് ഇസ് ബ്രോക്കൺ, നോ ലോങ് പൊസിഷൻസ് ഷുഡ് ബി മെയിൻറ്റെയിൻ. IOCയുടെ കേസ് എടുക്കുമ്പോഴേക്കും 158 രൂപയുടെ സപ്പോർട്ടായിരിക്കും നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ഈ ഒരു OMC കമ്പനികളോടൊപ്പം തന്നെ ചേർത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള മറ്റൊരു സെക്ടേഴ്സ് എന്ന് പറയുന്നത് പെയിന്റ് സെക്ടറും ഒപ്പം തന്നെ ടയർ സെക്ടറും തന്നെയാണ്. കാരണം ഈ രണ്ട് സെക്ടറിനെ സംബന്ധിച്ചും ഇത്തരത്തിൽ ക്രൂഡ് വില ഒരു എഫക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് നമ്മൾ ഒരു കോഷ്യസ് ആയ സ്റ്റാൻസ് സ്വീകരിക്കേണ്ടതുണ്ടോ? നമ്മളിപ്പോ ഏഷ്യൻ പെയിന്റ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ 3,422 രൂപയായിരുന്നു നമുക്ക് കഴിഞ്ഞ 52 വീക്ക് ഹൈ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ഹൈ ലെവൽ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ കനത്ത സെല്ലിംഗ് നമ്മൾ കണ്ടിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ലോവസ്റ്റ് ലെവൽ 2,776. സോ അതിനുശേഷം കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ഒരു നേരിയ കൺസോൾട്ടേഷൻ കാണുന്നുണ്ട്. അറ്റ് ദ പ്രസന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നമ്മളൊരു വാല്യൂ ഇൻവെസ്റ്റർ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓൺലി തിങ് ഇസ് ഇറ്റ് ഇസ് എ ഹൈ റിസ്ക് സ്ട്രാറ്റജി. സോ നമുക്ക് ആ ഹൈ റിസ്കിന് വേണ്ടി പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റേജിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. അക്സോ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ സെയിം സ്റ്റോറി. ഫെബ്രുവരി മാസത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഹയസ്റ്റ് ലെവൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3,058 രൂപ. അതിനെ തുടർന്ന് കണ്ടിന്യൂസ്ലി വി ഹാവ് സീൻ സെല്ലിംഗ്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ആർ ബെയറിഷ്. ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. ബർജർ പെയിന്റ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് 620 രൂപ കഴിഞ്ഞ മാസം എത്തിയതിനു ശേഷം അഗെയിൻ കണ്ടിന്യൂസ് സെല്ലിംഗ് വി കൻ സി. ആൻഡ് ഫൈനലി ഇൻഡിഗോ പെയിന്റ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും സിമിലർ സ്റ്റോറി. The trend is bearish.
ഓക്കെ സർ. അതിന്റെ ഒപ്പം തന്നെ ഇന്നലത്തെ വിപണിയിൽ ഐടി ഓഹരികളിൽ നമുക്കൊരു ബൈയിങ് കാണാൻ സാധിച്ചിരുന്നു. ഐടി ഓഹരികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞൊരു വർഷത്തിൽ നോക്കുകയാണെങ്കിൽ പെർസിസ്റ്റന്റ് സിസ്റ്റം, കൊഫോർജ്, HCL ടെക് ഇതായിരുന്നു ഐടി സൂചികയിലെ ഒരു ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറിയിരുന്നത്. ഇപ്പോൾ ഈ ഐടി സൂചികയിലെ ഏതെങ്കിലും ഒരു ഓഹരി നിക്ഷേപകരുടെ ശ്രദ്ധ വരുത്തേണ്ടതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നോക്കുകയാണെങ്കിൽ മൈ ടോപ്പ് ഫേവറേറ്റ്സ് HCL ടെക്നോളജി, വിപ്രോ ആൻഡ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഒരു ഡാർക്ക് ഹോൾസ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ടാറ്റ ടെക്നോളജി, അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ടാറ്റ ഗ്രൂപ്പിന്റെ അടുത്തൊരു ടെക്നോളജി സ്റ്റോക്ക്. മൻസുനി പറഞ്ഞ പെർസിസ്റ്റന്റ് സിസ്റ്റം നല്ലൊരു കറക്ഷന് ശേഷം ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. നമ്മൾ ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ ഈ കറന്റ് ലെവൽസിൽ തന്നെ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 7,900 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ഇൻ ദ കേസ് ഓഫ് KPIT, അൺഫോർച്ചുനേറ്റ്ലി ഫെബ്രുവരി മാസത്തിൽ 1,760 രൂപ എത്തിയതിനു ശേഷം വലിയ തോതിൽ സെല്ലിംഗ് ആയിരുന്നു നടന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഹാവ് ടേൺ ബെയറിഷ്. സോ ഈ സ്റ്റോക്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഓഹരി മുത്തൂറ്റ് മൈക്രോഫിനുമായി ബന്ധപ്പെട്ടിട്ടാണ്. മുത്തൂറ്റ് മൈക്രോഫിൻ ഇന്നത്തെ വിപണിയിൽ 1%, നേട്ടത്തിൽ 207 രൂപയിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുത്തൂറ്റ് മൈക്രോഫിനുള്ള സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? നമ്മൾ അടുത്ത കാലത്ത് കണ്ടിരിക്കുന്ന പല IPO സ്റ്റോക്സിലും കണ്ട സെയിം പ്രോബ്ലം ഇൻ ദ കേസ് ഓഫ് മുത്തൂറ്റ് മൈക്രോഫിൻ. IPO വരുന്ന സമയത്ത് ഈ സ്റ്റോക്ക് അഗെയിൻ ഹൈലി ഓവർ വാല്യൂഡ് ആയിരുന്നു. ആൻഡ് ലിസ്റ്റിംഗിന് ശേഷം ഈ സ്റ്റോക്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 80 രൂപയുടെ ഇടിവ നമ്മൾ കണ്ടിരിക്കുന്നത്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഈ ഒരു ബെയറിഷ് ട്രെൻഡ് അവസാനിച്ചു എന്ന് വിലയിരുത്താൻ സാധിക്കുന്നില്ല. സോ മൈ അഡ്വൈസ് വിൽ ബി ലെറ്റ് us കണ്ടിന്യൂ ടു വെയിറ്റ്. ബട്ട് നമ്മൾ അഗൻസ്റ്റ് ദ ട്രെൻഡ് ഒരു ഹൈ റിസ്ക് ഇൻവെസ്റ്റിംഗിന് പ്രിപ്പയർഡ് ആണെങ്കിൽ ദെൻ കറന്റ് ലെവൽസിൽ നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ സർ. അതിന്റെ ഒപ്പം ട്രെൻഡും കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. കാരണം ട്രെൻഡ് ഓഹരികൾ ഇന്നലത്തെ വ്യാപാരത്തിൽ മികച്ച ഒരു നേട്ടം നൽകിയിരുന്നു. അതോടൊപ്പം ട്രെൻഡിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടത് മറ്റ് ടാറ്റ ഓഹരികളെ കൂടിയാണ്. നമുക്കറിയാം ടാറ്റ സൺസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റൂമേഴ്സ് പുറത്തു വരികയും ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് ഓഹരി മികച്ച ഒരു റിട്ടേൺ നൽകിയിരുന്ന ഓഹരിയാണ്. എന്നാൽ തുടർച്ചയായിട്ട് കഴിഞ്ഞ 4-5 സെഷനിലായിട്ട് വളരെയധികം ഇടിവ് നേരിടുന്ന ഒരു ഓഹരിയാണ്. അപ്പോൾ ട്രെൻഡ്, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ്സ് ഈ ഓഹരിയിലുള്ള താങ്കളുടെ വ്യൂ എന്താണ്? മറ്റേതെങ്കിലും ഒരു ടാറ്റ കമ്പനി നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നതായിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ട്രെൻഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വെരി വെരി സ്ട്രോങ്, നല്ല ബ്രാൻഡ് ഉണ്ട്, നല്ല വാല്യൂ ഉള്ള ഒരു സ്റ്റോക്കാണ്. ആൻഡ് ട്രെൻഡിന്റെ കേസിൽ ഫെബ്രുവരി മാസത്തിൽ 4,100 രൂപയുടെ ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം വി ഹാവ് സീൻ എ കൺസോൾട്ടേഷൻ പാറ്റേൺ. സോ ഇന്നലത്തെ ആ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് ഐ തിങ്ക് ഇറ്റ് ഇസ് ട്രൈങ് ടു ബ്രേക്ക് ഔട്ട് ഓഫ് ദ കൺസോൾട്ടേഷൻ. സോ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറണമെങ്കിൽ 3,700 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി സ്റ്റോക്ക് ഇസ് ലോങ് ടേം ബുള്ളിഷ് ആണെങ്കിൽ പോലും സ്റ്റോക്കിൽ വി ആർ സ്റ്റിൽ സീയിങ് എ സെല്ലിംഗ്, കണ്ടിന്യൂസ് സെല്ലിംഗ്, ഒരു കറക്ഷൻ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. സോ ഈ സ്റ്റോക്കിൽ നമുക്കൊരു 7,200, 7,300 ആ റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ I think that will be a low risk buying opportunity. But entire Tata space Tata Chemicals-ന്റെ കേസിൽ കഴിഞ്ഞ 3-4 സെഷൻസിൽ നമുക്ക് നല്ല കറക്ഷൻ കാണാനിടയായി. സോ 1,060 രൂപ സപ്പോർട്ടായിട്ട് കരുതിക്കൊണ്ട് ട്രേഡിങ്ങിന് വേണ്ടി വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ബട്ട് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1,220 രൂപ മേജർ റെസിസ്റ്റൻസ് ആയിരിക്കും. ബട്ട് ഇൻ ദ എൻറ്റയർ ടാറ്റ സ്പേസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഈസ് ഇൻഡീഡ് ടാറ്റ ടെക്നോളജി. ദാറ്റ് ഈസ് എഗൻസ്റ്റ് ദ ട്രെൻഡ് സ്ട്രാറ്റജി. ബട്ട് ആ ഒരു റിസ്കിന്, ആ ഒരു വോളറ്റിലിറ്റിക്ക് നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ ഐ തിങ്ക് കറന്റ് ലെവൽസിൽ നമുക്കൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാം.
ഒപ്പം ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഹിന്ദുസ്ഥാൻ സിങ്ക് ഇന്നത്തെ വിപണിയിൽ 1.5%-ലധികം ഒരു ഇടിവിൽ 299 രൂപ റേഞ്ചിലാണ് ഒരു വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള റിട്ടേൺ നിക്ഷേപകർക്ക് കഴിഞ്ഞൊരു വർഷമായിട്ടൊന്നും തന്നെ നൽകുന്നില്ല. വലിയൊരു മൂവ്മെന്റ് അല്ലെങ്കിൽ വലിയൊരു നേട്ടമൊന്നും നൽകാൻ ഈ ഒരു സ്റ്റോക്കിന് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഹിന്ദുസ്ഥാൻ സിങ്കിന്റെ ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? Fortunately, Hindustan Zinc in the financials are nalladalla. There is some issue with the management, and on top of that, stock in the trend നോക്കിക്കഴിഞ്ഞാൽ it is very much bearish. So ഈ 3 ക്രൈറ്റീരിയയിലും കംഫർട്ടബിൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ബെറ്റർ ടു സെൽ ദ പൊസിഷൻ. ഓക്കെ പ്രദീപ് സർ, അതിന്റെ ഒപ്പം തന്നെ സാറിന്റെ ശ്രദ്ധ QSR സെഗ്മെന്റിലേക്ക് കൂടി ക്ഷണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡൊമിനോസ് പിസോന്റെ ഫ്രാഞ്ചൈസിയായ ജൂബിലിയൻ ഫുഡ് വളരെയധികം നാളായി ഒരു കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഓഹരിയാണ്. ഈ ഓഹരിയെയും അതിന്റെ ഒപ്പം തന്നെ എൻറ്റയർ QSR സെഗ്മെന്റിലുള്ള ഓഹരിയെ കുറിച്ചുള്ള താങ്കളുടെ വ്യൂ എന്താണ്? So Jubilant Foodworks, unfortunately, long and short-term trend bearish ആയിട്ടാണ് കാണുന്നത്. At the moment, the stockൽ ബോട്ടമിങ് ഔട്ട് ചെയ്തു എന്ന് നമുക്ക് ഒരു കൺഫർമേഷനും ലഭിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിന് അറൌണ്ട് 410 രൂപയ്ക്ക് അടുത്തൊരു നല്ല ബേസ് സപ്പോർട്ട് ബേസ് ഉണ്ട്. വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം മാത്രമേ നമുക്ക് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ വരുൺ ബിവറേജസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ കഴിഞ്ഞ മാസം 1560 രൂപ എത്തിയതിനു ശേഷം വി ആർ സീയിങ് എ കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ്. ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ ഒരു ട്രേഡിങ്ങിന് വേണ്ടി 1320 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തുകൊണ്ട് യു ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. ഇന്നത്തെ വിപണിയിൽ ദീപക് ഫെർട്ടിലൈസേഴ്സിനെ സംബന്ധിച്ച് പ്രകടനം വിലയിരുത്തുമ്പോൾ 474 രൂപ റേഞ്ചിൽ ഒരു നേട്ടത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ദീപക് ഫെർട്ടിലൈസേഴ്സിനെ സംബന്ധിച്ചും കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് അതിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് മുൻപുള്ള വർഷങ്ങളിലൊക്കെ തന്നെ കുറെ വർഷങ്ങളായിട്ട് സ്റ്റഡി ആയിട്ടുള്ള റിട്ടേൺ നൽകിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു നേട്ടം ഒന്നും തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ദീപക് ഫെർട്ടിലൈസേഴ്സിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? Unfortunately, Deepak Fertilizers long and short term trend bearish ആയിട്ടാണ് കാണുന്നത്. At the moment, immediate ആയിട്ട് നമുക്കൊരു സപ്പോർട്ട് ലെവൽ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. So it is better to avoid long positions now. ഓക്കെ പ്രദീപ് സർ, അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക്കിലേക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇന്നലെ മികച്ച ഒരു വോളിയവും അതോടൊപ്പം തന്നെ നേട്ടവും കാഴ്ചവെച്ച ഒരു ഓഹരിയായിരുന്നു സോളാർ ഇൻഡസ്ട്രീസ്. സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിലായിരുന്നു കമ്പനിയെങ്കിലും പിന്നീട് അത് ഡിഫൻസ് മാനുഫാക്ചറിംഗിലേക്കും കൂടി കടന്നിരുന്നു കമ്പനി. ഈ കമ്പനിയുടെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്ക് എന്താണ് ഇപ്പോൾ? സ്റ്റോക്കിന്റെ ചാർട്ട് വൈസ് നോക്കുമ്പോഴേക്കും it's very very bullish because ഇന്നലത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ വരെ എത്തിയിരുന്നു. സോ അറ്റ് ദ മൊമെന്റ് സ്റ്റോക്കിലെ വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ബട്ട് ഈ ഹൈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ എടുക്കുന്നത് ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ബിറ്റ് റിസ്കി. ഒപ്പം ഇന്ന് ഇപ്പോൾ സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവബിൾ എനർജിയുടെ ഓഹരികളിലേക്ക് വരികയാണെങ്കിൽ 2.5% ഒരു ഇടിവ് നമുക്ക് ഓഹരിയിൽ പ്രകടമാണ്. 486 രൂപ എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് 15%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിലുള്ള ഒരു ഷോർട്ട് ടേം ട്രെൻഡ് എന്താണ്? This is a small cap stock. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ലാത്തൊരു സ്റ്റോക്കാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. സോ ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന വളരെ വളരെ റിസ്കി ആയിരിക്കും. ഓക്കെ പ്രദീപ് സർ, അതോടൊപ്പം തന്നെ വളരെയധികം ഡിവിഡൻഡ് നൽകുന്ന 2 ഓഹരികളാണ് ഗെയിലും അതോടൊപ്പം തന്നെ ഓയിൽ ഇന്ത്യയും. ഇന്നലെ ഗെയിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാർത്ത പുറത്തു വന്നിരുന്നു. അവർ LPG ബിസിനസ്സിലേക്ക് കൂടി കടക്കുന്നു. ഇതിനു വേണ്ടി ഏകദേശം 600 കോടി രൂപയിലധികം ഇൻവെസ്റ്റ്മെന്റ്സും അവർ ചെയ്യുമെന്നാണ്. ഈ ഒരു ഗെയിൽ അതോടൊപ്പം തന്നെ ഓയിൽ ഇന്ത്യ, ഈ ഒരു ഓഹരിയെ കുറിച്ചുള്ള താങ്കളുടെ വ്യൂ എന്താണ്?
ഗ്യാസ് അതോറിറ്റി കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഇതിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൽ വരെ എത്തിയത് 196 രൂപ. ആൻഡ് അതിനെ തുടർന്ന് ഇറ്റ് ഈസ് അണ്ടർഗോൺ എ ഗുഡ് കറക്ഷൻ. ഈ ഒരു സ്റ്റോക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും 165 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലൊക്കെ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം ഫോർ ട്രേഡിംഗ്. 165 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, 190 രൂപ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഓയിൽ ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും സിമിലർ പാറ്റേൺ. സോ ഓയിൽ ഇന്ത്യയുടെ കേസിൽ റെക്കോർഡ് ഓൾ ടൈം ഹൈ ഓൾ ടൈം ലെവൽ 647 ആൻഡ് മേജർ ഒരു സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 543 രൂപയിൽ. സോ കറന്റ് ലെവൽസിൽ അഗൈൻ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് 620 640 റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യുക.